ഹലോ എഞ്ചിനീയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ അല്ലേ ആ മേളിൽ കൊടുത്തിട്ടുള്ള ആ ഹെഡിങ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു റെഫറൻസ് ബുക്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിന്റെ പല കാലങ്ങളായിട്ട് ഒരു ആവശ്യമായിരുന്നു. പല ആൾക്കാരും നമുക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്, സാർ ഇന്ന എക്സാമിന് പഠിക്കുമ്പോൾ അതൊരു ഈ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒരു ഓവർസിയർ ലെവൽ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് എക്സാം ആയിക്കോട്ടെ അല്ലേ. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ആ ഒരു റെഫറൻസ് ബുക്ക് ഏതാണ് എന്നുള്ള രീതിയിൽ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന്റെ കുറച്ച് നമ്മൾ ഒരിക്കലും ഇന്ന ബുക്ക് തന്നെ വാങ്ങിക്കണമെന്നതിൽ പറയുന്നില്ല. ഞങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്സ് അതുപോലെ ഞങ്ങൾക്ക് അല്ലെ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു എക്സാം പ്രിപ്പറേഷൻ അനുയോഗ്യമാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ബുക്സിനെ, ഒരു 4-5 ബുക്സിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ആരെടുത്തും എന്താണല്ലേ പ്രൊമോഷന്റെ പേരിൽ പൈസ ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പല ആൾക്കാരും ഈ ഞാൻ പറയാൻ പോകുന്ന പല ബുക്സും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരോടും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അല്ലെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളുമായിട്ട് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും തോന്നുന്ന ആ ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. നമ്മളൊരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി പോകുന്ന സമയത്ത് അതിൽ ആ ഒരു പ്ലാന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന റെഫറൻസ് ബുക്കുകൾ അല്ലേ. അത് നമ്മൾ പഠിക്കുന്നു പല കാര്യങ്ങൾ എവിടെ നോക്കിയോ പഠിക്കുന്നുണ്ട്. തിയറട്ടിക്കൽ പോർഷൻസ് പഠിക്കുന്നു. നിങ്ങൾ ക്ലാസ്സിൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല മെറ്റീരിയൽസ് മീൻസ് പല തിയറട്ടിക്കൽ പാർട്ട് നിങ്ങൾക്ക് ഏതായാലും ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. അതുപോലെ അവിടുന്ന് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാവും. എന്നാലും അതല്ലാണ്ട് നമ്മളായിട്ട് വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു തിയറിറ്റിക്കൽ പോർഷനെ പറ്റി കൂടുതൽ ആ ഒരു ഐഡിയ അല്ലെ ആ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു റെഫറൻസ് ബുക്ക്, അതായത് ഒരു MCQ, ഞാൻ റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് MCQ ബുക്സ് ആണല്ലോ. അത് ഓൺലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ PDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ബൈൻഡ് ചെയ്ത മെറ്റീരിയൽ ആയിക്കോട്ടെ, വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതിന്റെ 2 കേസിൽ നിങ്ങൾ ആ ഒരു PDF വായിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, അത് അത്ര വലിയൊരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഈ ഒരു ബുക്സ് ഒക്കെ നോക്കിയാൽ അതിന്റെ ഈ ബുക്സിന് പൈസ കുറച്ച് കുറവായിരിക്കും. ഇനി അത് പ്രിന്റ് ചെയ്ത ആ ഒരു പേജിന്റെയും അതുപോലെ അവരുടെ ആ ഒരു പ്രിന്റിങ്ങിന്റെ ഒക്കെ പൈസ അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അത് ഹാർഡ് ബൈൻഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതെന്തായാലും അതിന് പൈസ കുറച്ച് കൂടുതലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കൺവീനിയൻസ്, ചില ആൾക്കാർക്ക് ആ ഒരു ബുക്ക് അല്ലെ നമ്മൾ ചെറുപ്പം മുതലേ സ്കൂൾ തുറക്കാവുമ്പോൾ ബുക്കിന് വേണ്ടി കാത്തൊന്ന് മണപ്പിച്ചൊക്കെ നോക്കിയാൽ ആദ്യം നമ്മൾ അതൊക്കെ പിന്നെ തുറന്ന് വായിക്കുന്ന ആ ഒരു ശീലം ചെറുപ്പം മുതലേ നമ്മൾ ഗ്രോ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് മിക്ക ആൾക്കാർക്കും ആ ഒരു ബുക്ക് വെച്ച് ചെയ്ത് തന്നെയായിരിക്കും ഒരു ഈസി ആയിട്ടൊരു മെത്തേഡായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു അടുത്ത് നിൽക്കുന്ന ഒരു മെത്തേഡായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കൺവീനിയൻസ് പോലെ നിങ്ങൾ ആ രീതി ഏതൊരു ഓൺലൈൻ PDF അല്ലെങ്കിൽ ആ ഒരു ബുക്ക് തന്നെ വാങ്ങിക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന എക്സാമിന് എന്നുള്ള രീതിയിൽ ഞങ്ങൾ മേജറായിട്ട് ഇതിലെ മിക്ക ബുക്കുകളും എല്ലാ എക്സാംസിനും, അത് എക്സാംസും അതുപോലെ നമ്മുടെ ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ കൂടിയിട്ടുള്ള ബുക്കാണ് മിക്കതും. ഒരു 1-2 ബുക്സ് മാത്രമേ നമ്മൾ ഒരു ലെവലിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടി ഓക്കെ ആയിട്ടുള്ള ബുക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ വരുന്നത് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൊണ്ടാണ് ഞാൻ അതിന് ആദ്യം ഇട്ടത്. അല്ലാണ്ട് നമ്മൾ ആ ഒരു ബുക്ക് പ്രിഫർ ചെയ്യുന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. നമ്മൾ പൊതുവെ അത്രയും ക്വസ്റ്റ്യൻസ് ഒരു ചെറിയൊരു സ്പേസിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പല ആൾക്കാരും പല സമയത്തായിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഏറ്റവും നമുക്കൊരു ക്വസ്റ്റ്യന്റെ ആ ഒരു വോളിയം വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു YCT അല്ലെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന അവർ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ താഴെയുള്ള ആ ഒരു നമ്പർ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്തുള്ള ഒരു വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് ഏതൊരു ബുക്ക് എടുത്ത് നോക്കിയാലും ഒരു 20,000, അത് 2 വോളിയംസ് ഒക്കെ ആയിട്ടാണ്, വോളിയംസ് ഒക്കെ ആണ് അല്ലെ, ഒറ്റയൊരു ബുക്ക് അല്ല. സോ അതുകൊണ്ട് അവിടെ നമുക്ക് മേജർലി ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടുന്ന ഒരു ബുക്കാണ് ഈ ഒരു YCT എന്ന് പറയുന്ന ആ ഒരു ബുക്ക്. അപ്പൊ അതിൻ്റെ അകത്ത് ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർസിയർ ലെവൽ ആയിക്കോട്ടെ, അത് grade 1, grade 2, grade 3 ആയിക്കോട്ടെ, എല്ലാവർക്കും തന്നെ അനുയോജ്യമായിട്ടൊരു ബുക്കാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ ബുക്കിന്റെ അകത്ത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി കുറച്ച് കുറവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതര സംസ്ഥാന PSCകൾ നടത്തുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മുടെ കേരള സംസ്ഥാന PSC അല്ലെ, കേരള സംസ്ഥാന ബാക്കിയുള്ള എന്നുള്ള പറയുന്നത് അല്ലെ, കേരള PSC ഉണ്ട് അല്ലെ. സോ കേരള PSC എക്സാംസിന്റെയും ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്.
അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും ഒരു ഏകദേശം ആ ഒരു എൻറ്റയർ ടോപ്പിക്സ് കവർ ചെയ്തിട്ടില്ല. അതായത് ആ ഒരു എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈ ഒരു ബുക്കിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് ടോപ്പ് ടു ബോട്ടം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്, അത് വീണ്ടും വീണ്ടും ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി കവർ ആവാൻ നല്ലൊരു ഉപയോഗപ്രദമായിട്ട് ഒരു ബുക്കാണ് ഈ ഒരു YCT എന്ന് പറയുന്ന ആ ഒരു പബ്ലിഷേഴ്സിന്റെ ആ ഒരു ബുക്ക്. അപ്പൊ ഇതിൻ്റെ അകത്ത് പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുടെ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേറെ പേജുകളിലേക്ക് മറിച്ച് അതിന്റെ ആൻസർ കീ നോക്കേണ്ട ആവശ്യവും അതുപോലെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ആ ഒരു അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടൊരു ബുക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു ഓവർസിയർ ലെവൽ എക്സാം, ഇവരുടെ ഡ്രാഫ്റ്റ്സ്മാൻ ലെവലിലുള്ള ബുക്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാൾ എന്തുകൊണ്ട് അനുയോജ്യം എന്ന് പറയുന്നത് ഈ ഒരു ബുക്ക് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് അത്ര അത്യാവശ്യം വലിയ രീതിയിലുള്ള ന്യൂമറിക്കൽസും കാര്യങ്ങളൊന്നും ഒഴിവാക്കുക. ബാക്കിയുള്ള തിയററ്റിക്കൽ ക്വസ്റ്റൻസും അതുപോലെ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ഒക്കെ, അത് ആ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു അതിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും അത് വളരെ വലിയൊരു സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 1-2 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണെന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെയാണ് നമുക്ക് ഒരു ഓവർസിയർ ലെവൽ എക്സാംസിന് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അത് ആ വലിയ ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു YCT എന്ന് പറയുന്ന അല്ലെ, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന അവർ പബ്ലിഷ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ആ ഒരു ബുക്കാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള പല സംസ്ഥാനങ്ങളുടെ PSCകളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ ഒരു ബുക്കിനകത്ത് അവൈലബിൾ ആണ്. ഇനി സെക്കൻഡ് നമ്മൾ പോകുന്നത് ഇപ്പൊ റീസെന്റ് പബ്ലിഷ് ചെയ്ത, ഇത് മിക്കവാറും നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അതിൽ ആദ്യം വരുന്ന ഒരു ലിങ്കാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ സൈറ്റ്. അപ്പൊ ആ ഒരു സൈറ്റിന്റെ അകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് ആൻസർ ഉണ്ട് അല്ലെ. അതുപോലെ അതുപോലെ അത് മൊത്തത്തിൽ ഒരു നല്ല വൃത്തിയായിട്ട് അതിനെപ്പറ്റി കുറെ ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുക്കാറുണ്ട് അല്ലെ. സോ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബുക്കും വരുന്നത്. സോ ഇതും നമ്മൾ ആ ഒരു YCT പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു ലെവൽ എക്സാംസിന് ആയിരിക്കും കുറച്ചും കൂടി അനുയോജ്യം. എന്നാൽ നമുക്ക് ആ ഒരു കൺസെപ്ച്വൽ ഐഡിയാസ് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഉപകരിക്കുന്ന ഒരു ബുക്കാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ അതുകൊണ്ട് ഇതും നമ്മൾ അത്യാവശ്യം ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. അതിന്റെ ആപ്പുകൾ ഉണ്ട് അല്ലെ, ആ ഒരു ആപ്പിൽ വെബ്സൈറ്റുകൾ ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്തായാലും നിങ്ങൾ പരിചയമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവരുടെ ബുക്കും നമ്മൾ അത്യാവശ്യം നിങ്ങളോട് വാങ്ങിച്ചാൽ നല്ലതാണെന്നുള്ളൊരു ഒരു അഭിപ്രായത്തിൽ പങ്കുവെക്കുകയാണ്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ പറഞ്ഞ പോലെ ആ YCTന്റെ ബുക്കിന്റെ കമ്പാരിസണിൽ കുറച്ച് കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില YCTന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ആൻസേഴ്സ് ഒക്കെ കാണുന്ന ചില സംശയമൊക്കെ വരാറുണ്ട്. അവരത് ബേസിക്കലി ബിൽഡ് ചെയ്തിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലെ PSCന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെയുള്ള ആൻസർ കീസിൽ ചില തെറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു ആൻസർ ഓപ്ഷൻസ് ചില സബ്ജക്ട്സുകളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ പല ആൾക്കാർ എവിടെ നിന്നൊക്കെയോ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കുന്നു. അത് ചിലപ്പോൾ ഒന്ന് ആ രീതിയിൽ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നതായതുകൊണ്ട് അതിനകത്ത് ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സംശയമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ ആ ഒരു ബുക്കിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ പഠിക്കാണ്ട് അതൊന്നുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ അല്ലെ ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നമ്മുടെ നോട്ട്സോ ഒക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെ. അപ്പൊ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു. ഇനി തേർഡ് ബുക്ക് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഒരു നാഷണൽ ലെവലില് നിങ്ങൾ ഏതൊരു സംസ്ഥാനത്തുള്ള ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചാലും, അതിപ്പം അങ്ങ് നോർത്ത് അല്ലെ അങ്ങ് വടക്കേ അറ്റത്തുള്ള ഏതെങ്കിലും സംസ്ഥാനത്തിലെ ആൾക്കാരോട് ചോദിച്ചാലും, ഇനി അല്ല ഇടത്തോ വലത്തോ ഉള്ള ആൾക്കാരോട് ചോദിച്ചാലും അവരൊക്കെ തന്നെ ഫസ്റ്റ് പറയാൻ പോകുന്ന ഒരു ബുക്കാണ് ഈ ഒരു SS ഗുപ്ത എന്ന് പറയുന്ന ഗുപ്ത എന്ന് പറയുന്ന ആ ഒരു PYQ അല്ലെങ്കിൽ MCQന്റെ ആ ഒരു ബുക്ക്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമുക്ക് ആ ഒരു കുറെ PSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അത് എല്ലാ ലെവലിലും ഓക്കെയാണ്. നമുക്ക് ഒരു ഓവർസിയർ ലെവലിൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് മൊത്തമായിട്ട് ആ ഒരു ലെവൽ കൂടി വരുന്ന രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു പോക്ക് വരിക. അപ്പൊ നല്ല അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഒരു 500 ആ ഒരു റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ബുക്കാണിത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന പോലെ, ഞാൻ നേരത്തെ YCTന്റെ കേസിൽ പറഞ്ഞു അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ട് അല്ലെ, ആ ഒരു രീതിയിലാണ് അത് പോവുക. അപ്പൊ നമുക്ക് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫീലിംഗ് അവിടെ കിട്ടില്ല അല്ലെ. പക്ഷെ ഈ ഒരു ബുക്കിന്റെ കേസിൽ നമുക്ക് ഒരു 10-500 ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആൻസർ കീസ് ഒക്കെ ലാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ പറയും നിങ്ങൾ ഒറ്റ ഒരു ബുക്ക് മാത്രം വാങ്ങിച്ചാൽ ഓക്കെയാണ്. ഇനി ഇൻ കേസ് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഒന്ന് ബെസ്റ്റ് ആക്കണമെങ്കിൽ ഈ പറഞ്ഞല്ലോ 1-2 ബുക്കൊക്കെ വാങ്ങിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പൊ അതിൽ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ ആ രണ്ട് സൈഡിലും ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. എന്നാലും നിങ്ങൾക്ക് അത് രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു ബുക്കിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ഓർഡറിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സാം എഴുതുന്ന ആ ഒരു ഫീലിംഗ് അവിടെ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ആ രണ്ടാമത്തെ ഒരു സെക്കൻഡറി ബുക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ പറയുന്ന ആ ഒരു ആൻസർക്ക് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇടക്ക് അല്ലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ ആൻസർ കീസിന്റെ കാര്യത്തിൽ എല്ലാ ബുക്കിന്റെ അകത്തും ആ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതുപോലെ ഇതിന്റെ സൊല്യൂഷൻസ് ഈ ബുക്കിന്റെ അകത്ത് തന്നെ അവൈലബിൾ അല്ല. അത് പുതിയ വേർഷൻസിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണ് ആ ഒരു സൊല്യൂഷന്റെ ബുക്കിന്റെ വേറെ തന്നെയാണ് അവൈലബിൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ബാക്കി ഒരുമാതിരിപ്പെട്ട സൊല്യൂഷൻസ് ന്യൂമറിക്കൽസിന്റെ ഒക്കെ ഹിൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ അതൊന്ന് പ്രിഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഈ ഒരു നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഏകദേശം ഈ ഒരു സെയിം ലെവലിൽ വരുന്ന ഒരു ബുക്കാണ്. അതായത് നമ്മൾ അത്യാവശ്യം എല്ലാ എക്സാംസിനും യോഗ്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു ബുക്കാണ്. അത് നമ്മൾ പറയുന്നത് ഈ ഒരു കുർമി ആൻഡ് ഗുപ്തന്റെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു MCQ കളക്ഷന്റെ ബുക്കാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഇതുവരെയുള്ള 3 ബുക്സിന്റെ അകത്തും പറഞ്ഞു അതിൽ MCQs ആണ്, അത് നിങ്ങൾ ചെയ്തു പോകുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ആണ് പറഞ്ഞത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്, ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ എന്തായാലും ഉണ്ട്. സൊല്യൂഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞ ആൻസർ കീസും പിന്നെ ഹിൻസ് ഒക്കെയാണ് അല്ലെ. ആ ഒരു സംഭവം എന്തായാലും ഉണ്ട്. അതിന് മുന്നേ ഓരോ സബ്ജക്റ്റിന്റെ കേസിലും ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നത് മെക്കാനിക്സിലാണ് ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അതിന്റെ സർവേ ആണ്. അപ്പൊ ആ ഒരു ഓർഡറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ആ ഓരോ സബ്ജക്റ്റിന്റെയും കുറച്ച് ഷോർട്ട് നോട്ട്സ്, കുറച്ചധികം പേജസിന്റെ അകത്ത് ആ ഒരു സബ്ജക്റ്റിനുള്ള ഷോർട്ട് നോട്ട്സ് ആദ്യം കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക. അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനകത്തുള്ള ആ ഒരു ഷോർട്ട് നോട്ട്സ് ആദ്യം കുറച്ച് പേജുകൾ ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അല്ലേ. അതുപോലെ ഇക്വേഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു റിവിഷൻ ബുക്ക് എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഒരു ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന ഈ ഒരു കുർമി ആൻഡ് ഗുപ്തന്റെ ആ ഒരു കൺവെൻഷണൽ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ആ ഒരു ബുക്ക് വരുന്നത്. ഇതിന്റെ അകത്തും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് വൈസിഡിന്റെ കേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞല്ലോ പല PSC കാരുടെ ക്വസ്റ്റ്യൻസ്, അത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അവിടെ ആ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഹൈ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു 22,000 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ എല്ലാം തന്നെ പുതിയ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കണ്ട. സെയിം ക്വസ്റ്റ്യൻ തന്നെ പല എക്സാംസുകാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അതിൻ്റെ അകത്ത് പല രീതിയിലല്ല, ആ ഒരു ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് മാറിയ രീതിയിലായിരിക്കും ഉണ്ടാവും. എന്നാൽ ആ രീതിയിലാണ് ആ ഒരു ബുക്കിന്റെ ആ ഒരു ഓർഡർ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്നത് കുറച്ചും കൂടി ഒരു A ലെവൽ എക്സാമിന് സ്പെസിഫിക് ആയിട്ടൊരു ബുക്കാണ്. അതായത് നമ്മൾ പണ്ടേ പറയാറുണ്ട്, നമ്മളൊരു A ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു IASന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ, ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. അതിന്റെ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി പറയുന്നുണ്ട്. ആ ഒരു ബുക്ക് വാങ്ങിക്കുന്ന അത്ര നമുക്കൊരു ലാഭം അല്ല, ഒരു എക്കണോമിക്കൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വലിയൊരു ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഗേറ്റ് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ബുക്സ് നിങ്ങൾക്ക് വേണമെങ്കിലല്ല, അത്രയും നല്ലൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾ ഗേറ്റിന്റെ ബുക്സ്, നമ്മുടെ ഫിസിക്സ് വാലന്റെ ബുക്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ബുക്സ് ഒക്കെ നിങ്ങൾ നോക്കുക. അതിനകത്ത് ഈ പറഞ്ഞ സൊല്യൂഷൻസ് പ്ലസ് വീഡിയോ ലെക്ചേഴ്സ് അടക്കം, ഓരോ ക്വസ്റ്റിന് സൊല്യൂഷൻസ് ഒക്കെ വീഡിയോസ് അടക്കം അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഗേറ്റിന്റെ എക്സാം ബുക്സിന്റെ അകത്തുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ആ 2 മാർക്സ് ക്വസ്റ്റ്യൻസ്, അത്രയും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും കാൽക്കുലേറ്റർ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ കേരള PSCയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാറ്റി വെക്കാം. ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് തപ്പിയിട്ട് ഓൺലൈനിലൊക്കെ തപ്പിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ ഈ ലാസ്റ്റ് 5ാമത്തെ ബുക്ക്, ഇതാണ് നമ്മൾ പറയുന്ന ലാസ്റ്റ് ബുക്ക്. അപ്പൊ 5ാമത് നമ്മൾ പറയുന്ന ആ ഒരു IAS മെഡിസിന്റെ അല്ലെ, മെഡിസിന്റെ ആ ഒരു ബുക്കാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ആ ഒരു ഹാൻഡ് ബുക്കാണ്. അത് നിങ്ങൾക്ക് ഒരു റിവിഷന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മളൊരു ഒരു അത്യാവശ്യം പെട്ടെന്നല്ലേ നമ്മളൊരു എക്സാമിന് പോകുന്നു. അപ്പൊ നിങ്ങളുടെ അതിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ട്, റിവിഷൻ നിങ്ങളുടെ ആ ഒരു എൻ്റയർ നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് കംപ്ലീറ്റ്ലി വായിക്കുന്ന സമയത്ത്, ഒരു റിവിഷന്റെ സമയത്ത് ആ കംപ്ലീറ്റ് നോട്ട്സ് വായിച്ചോലെ ബുദ്ധിമുട്ട്. നിങ്ങളെ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഷോർട്ട് നോട്ട്സിന്റെ അകത്തും മിസ്സായി പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ് ബുക്ക് ഒക്കെ വാങ്ങി ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ എല്ലാ സബ്ജക്റ്റും ഒരു ചെറിയ ഒരു നോട്ട്ബുക്ക് വേർഷൻ ഒറ്റ ഒരു ബുക്കിന്റെ അകത്ത് അവർ എൻ്റയർ ഇക്വേഷൻസ്, മേജർ ആയിട്ടുള്ള കൺസെപ്റ്റിലൊക്കെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് ആ ഒരു മെഡിസിന്റെ ആ ഒരു ഹാൻഡ് ബുക്ക് അല്ലെ, സിവിൽ എഞ്ചിനീയറിംഗ് ഹാൻഡ് ബുക്ക്. ഇത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ അടുത്ത് അത് ഹാർഡ് ബൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാകുന്ന ഒരു ബുക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതിന്റെ PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് ആ ഒരു IASന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നമുക്കൊരു PSCക്ക് വരാൻ ചാൻസ് ഉള്ള അത്യാവശ്യം ഹയസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഹയസ്റ്റ് ലെവൽ എന്ന് മാത്രമല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്,
അതിന് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ IASന്റെ ക്വസ്റ്റ്യൻ ചെയ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു IAS മാസ്റ്റേഴ്സ്, അത് ESCന്റെ ആ ഒരു ബുക്ക് അല്ലെ, അത് MEDISന്റെ ആ ഒരു എന്താണ് ആ ഒരു IAS മാസ്റ്റേഴ്സിന്റെ ആ ഒരു ബുക്ക്. സോ അത് രണ്ടും ഞാൻ അടുത്തടുത്ത് വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു നമുക്കൊരു A ലെവൽ എക്സാംസിന് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ബുക്സ് ഒക്കെ തന്നെ നമുക്ക് എല്ലാ ലെവൽ ഓഫ് എക്സാംസ്, എസ്പെഷ്യലി ആ ടെക്സ്റ്റ് ബുക്കിനതും കുറച്ചും കൂടി ഒന്നൊരു A ലെവൽ ബുക്കാണ്. ബാക്കി 1, 3, 4 അല്ലെ, അതൊക്കെ നമുക്കൊരു ഓവർസിയർ ലെവലിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇത്രയും ബുക്സ് ആണ് നമ്മൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഇന്ന ബുക്ക് തന്നെ വാങ്ങണം എന്ന് പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഒക്കെ ഓൺലൈൻ വേർഷൻസ് അവൈലബിൾ ആണ്, PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയെങ്കിലൊക്കെ ഓൺലൈൻ സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സുകളുടെ കയ്യിൽ നിന്നൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. നമ്മൾ ബുക്ക് വാങ്ങിക്കണം എന്നല്ല, പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് നോക്കുക. നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്നു അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നു, ആ ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടി എന്നുള്ളൊരു ധാരണ വെക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ബുക്ക് എടുത്തിട്ട് അല്ലെ, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ആ എക്സാം പേപ്പർ കിട്ടിയാലും, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ബുക്സ് ഒക്കെ വാങ്ങിച്ച് അതിന്റെ MCQs ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ആ ഒരു ബുക്സിന്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഭാവിയിലല്ല ഇപ്പോഴും കറന്റ് റണ്ണിംഗ് ഒക്കെ ആയിട്ടുള്ള കുറേ ബാച്ചുകളാണ്. സോ ഓൺലൈൻ ബാച്ചസും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് ഇപ്പോൾ കറന്റ് എന്താണ് ഒരു റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ May 26 മുതൽ. അതുപോലെ സൺഡേ ബാച്ചസ്, പല ആൾക്കാർക്കും ജോലി തിരക്കൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അങ്ങനെ സൺഡേസ് മാത്രം ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണത്. ഓവർസിയർ ബാച്ചും ഉണ്ട്, എന്താണ് നമ്മൾ പറയുന്ന ബാച്ചും ഉണ്ട്. അപ്പം സിവിൽ സൺഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 25-നാണ്. അതുപോലെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വർക്ക്ഷോപ്പാണ് 25-ന്. ക്ലാസ്സസ് ഓവർസിയറിന്റെയും A ലെവലിന്റെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് June 1 അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് എക്സാമിന് ജോലിയൊക്കെ ഉള്ളത് കാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, നമ്മളിപ്പോൾ തൽക്കാലം ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ക്യാമ്പസിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ആ ഒരു എന്താണല്ലേ ആ ഒരു ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഡീറ്റെയിൽസിന് താഴെക്കാണ് നമ്പറിൽ വിളിക്കുക. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അതിന് ഓവർസിയർ ലൈവ് ബാച്ച് 4999 ആണ്. അതുപോലെ എന്താണ് റെക്കോർഡഡ് ബാച്ച് ഉണ്ട് 1999. അതുപോലെ ഓവർസിയർ റെക്കോർഡ് ബാച്ച് അതിപ്പം ഇനി മുന്നിൽ വരുന്നല്ലേ, എന്താണ് മുന്നിൽ വരുന്ന ഒരുപാട് എക്സാംസ്, ഗ്രേഡ് 1 എക്സാം, ഗ്രേഡ് 2 എക്സാം, അതുപോലെ LSTD PWD അല്ല, എല്ലാ ആൾക്കാരും വരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മുടെ LSTD എക്സാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ബാച്ചിലാണ് ഇത്രയും. അതുപോലെ ക്രാഷ് ബാച്ച് ഉണ്ട്, നമ്മൾ മേജർ ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസ്കഷൻസിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരു ബാച്ചാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് അതൊക്കെ ഒന്ന് കണ്ടുപോയാൽ മതി അല്ലേ. IASന്റെ ക്വസ്റ്റൻസ്, അതുപോലെ ഗേറ്റ് ക്വസ്റ്റൻസും, അതുപോലെ നമ്മുടെ PSCന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ കണ്ടുപോയാൽ മതി ഒരു ഐഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ആ ഒരു ഫസ്റ്റ് സിവിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകളൊക്കെ ഉറപ്പ് വരുത്തുക. നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടല്ലേ, ഈ ഒരു നല്ലൊരു സുവർണാവസരമാണ്. ഒരുപാട് എക്സാംസ് ഒക്കെ വരുന്നതിൻ്റെ ഒരു എക്സാം കാലഘട്ടമാണല്ലേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള കാര്യമായിട്ടല്ലേ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ.